ആ ബിഷപ്പൊക്കെ അയാളൊക്കെ ചാട്ടോണ്ട് അടിക്കണം. യേശു കുരിശുമ കടന്നോണ്ട, അല്ലെങ്കിൽ തിരിച്ചു വന്ന ഒരാളെ മൂന്നടിച്ച് പൊളിച്ചിട്ടുണ്ടാവും. അയാൾക്ക് എന്ത് പരിപാടി കാണിക്കുന്നത്? അയാൾ ബിഷപ്പാണോന്ന് എനിക്ക് സംശയമുണ്ട്. വെറുതെ ഇതിനിടയിൽ കിടന്നിട്ട് മൂപ്പരൊക്കെ എന്തൊക്കെയോ പിച്ചു. അയാൾ മറ്റേത് മാതിരിയാ, അമ്പി അഞ്ഞൻ റമ്മോ. ക്യാമറ കണ്ടപ്പോഴത്തേക്കും മൂപ്പര് എല്ലാ ഭാവം എടുത്ത് പുറത്തിട്ടുണ്ട്. ഒരു വട്ടം പറയും ഇല്ല എല്ലാരെയും സഹായിക്കണം, ഇപ്പുറത്ത് പറയില്ല കിച്ചു നിന്നെ ഞാൻ കാണിച്ചു തരണം. അച്ഛനും ലൈക്ക് അമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നം തീർക്കാണോ നോക്കണ്ടേ, അവരെ തമ്മിലടിപ്പിക്കുകയാണോ ചെയ്യണ്ടേ? ഹലോ ഗീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ എയറിൽ കടന്ന് പാറി പറക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ബിഷപ്പ് നോബിൾ ഫിലിപ്പാണ്. അദ്ദേഹം വന്നിട്ട് ഒരു ഇന്റർവ്യൂയിലൂടെ നമ്മുടെ കിച്ചുവിനെ വളരെ മോശമായിട്ട് കിച്ചുവിനെ കുറിച്ച് സംസാരിക്കും, അതുപോലെ രേണുസുതിയെ വാഴ്ത്തിപ്പാടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം രേണുവിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് അതിൽ നമുക്ക് ആർക്കും ഒരു പരാതിയില്ല. എന്തായാലും ആ ഒരു കാര്യം കൊണ്ട്, ആ ഒരു ഇന്റർവ്യൂയിലൂടെ നമ്മുടെ ബിഷപ്പ് അങ്ങടെ എയറിൽ കിടന്ന് പാറി പറക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ സീക്രട്ട് ഏജന്റ്, നമ്മുടെ വലിയ യൂട്യൂബർ ആയിട്ടുള്ള സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ഇതൊരു ഓൺലൈൻ ചാനലിനോട് ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അയാളെ ചാട്ടവാറിന് അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ഡയലോഗ് കേട്ട് നമ്മുടെ അച്ഛൻ അങ്ങ് കലി ഇളകി, ഹാലിളകി അദ്ദേഹം വന്നിട്ട് ഒരു വോയിസ് അങ്ങോട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതായത് സീക്രട്ട് ഏജന്റിനുള്ള ഒരു മറുപടി എന്നൊക്കെ പറയാം. എന്തായാലും അച്ഛന്റെ ആ ഒരു മറുപടി നമുക്കൊന്ന് കാണാം കേട്ടോ. ഞാൻ ഇപ്പൊ രാവിലെ സായി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, ബിഗ് ബോസ് സെലിബ്രിറ്റിയുടെ ഒരു ബൈറ്റ് എനിക്ക് അനേകർ അയച്ചു തന്നു. ഞാനത് കണ്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണം, യേശു കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാൽ ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണമെന്നാണ് ഈ സായി എന്ന് പറയുന്ന വ്ളോഗർ അല്ലെങ്കിൽ യൂട്യൂബർ, ഈ ബിഗ് ബോസ് സെലിബ്രിറ്റി ആയിട്ട് നടക്കുന്ന ഈ ബഹുമാന്യനായിട്ടുള്ള യൂട്യൂബർ പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് പ്രതികരിക്കാനായിട്ടൊന്നുമില്ല. അദ്ദേഹത്തോട് എനിക്ക് പറയാനായിട്ടുള്ളൊരു മറുപടി, രണ്ട് കുടുംബങ്ങളെ തമ്മിൽ അടുപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാണ് ഇയാൾ പറയുന്ന വേർഷൻ. എന്നാൽ എനിക്ക് അയാളോട് പറയാനായിട്ടുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് കുടുംബങ്ങളെ അടുപ്പിക്കുവാൻ ഞാനല്ല ശ്രമിച്ചത്. ഇന്റർവ്യൂ ചെയ്യുവാൻ വന്ന ആങ്കർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകുകയാണ് ചെയ്തത്. അതിനകത്ത് രേണു സുധിയെ പറ്റിയും രാഹുൽ ദാസ് എന്ന കിച്ചുവിനെ പറ്റിയുമുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ, എന്നെ ബാധിക്കപ്പെട്ട ചില കാര്യങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശക്തമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പറയുന്നേ ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല, സൗമ്യനായിട്ടിരിക്കണം. അയാളുടെ അഭിപ്രായം അയാൾ പറഞ്ഞെങ്കിൽ, എന്നെ ചാട്ടവാറ് കൊണ്ട് അടിക്കണമെന്ന് അയാൾ പറഞ്ഞെങ്കിൽ എന്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞതിന് എന്താ കുഴപ്പം? ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ആർക്കും ആരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഞാൻ ബിഷപ്പാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ അയാൾ എന്റെ അടുത്തേക്ക് വരാൻ പറ, ഞാൻ തെളിയിക്കാം. അയാൾ ആരാ? ഒരു മത പുരോഹിതനായിട്ടിരിക്കുന്ന മതസ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ ബിഷപ്പായിട്ടിരിക്കുന്ന എന്റെ സ്ഥാനത്തെ പറ്റി ചോദ്യം ചെയ്യാൻ സായി എന്ന് പറയുന്ന വ്ളോഗർ ആരാണ്? ഈ കേരളത്തിലെ ഒരു വിഭാഗം വ്ളോഗർമാര് ചേർന്നിരുന്നുകൊണ്ട് എന്റെ വായ അടപ്പിക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല. എന്റെ മുമ്പിൽ കണ്ട കാര്യങ്ങൾ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാനത് പറയും. എന്റെ വായ അടപ്പിക്കാനാണ്, സത്യത്തെ മറച്ചു വെക്കാനാണ്, കണ്ണടച്ചിട്ട് ഇരുട്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. എന്റെ കാര്യം ഞാൻ പറയും. എന്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങൾ ഞാൻ പറയും. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും രാഹുൽ ദാസ് എന്ന കിച്ചുവിന് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും രേണുസുതിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും രേണുസുതിയുടെ കുടുംബത്തിനും കൊല്ലം സുതിയുടെ കുടുംബത്തിനും കൃത്യമായിട്ട് അറിയാം. എനിക്കത് പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. എന്നെ കൊണ്ട് വായിക്കകത്ത് കമ്പിട്ട് കുത്തി പിന്നെയും പ്രതികരിപ്പിക്കുവാൻ, എന്നെ ചാട്ടവാർ കൊണ്ട് അടിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് എന്റെ പുറകെ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് മുൻപിൽ എന്റെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നതോടൊപ്പം തന്നെ എന്നെ ബാധിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയും. യാതൊരു സംശയമില്ല. എനിക്ക് ആരെയും പേടിക്കേണ്ടതായിട്ടില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ ഞാൻ പോകാനാണ് തീരുമാനിക്കുന്നത്. ചില വ്ളോഗർമാർ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ചില വ്ളോഗർമാർ എന്നെ പറ്റി അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർക്കെതിരെ നിയമ നടപടികളുമായിട്ട് ഞാൻ നീങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നെ ഉപദ്രവിക്കാനാണ് ഇവരുടെ ശ്രമമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെന്റെ വായിൽ കമ്പിട്ട് കുത്തുകയാണെങ്കിൽ, എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഇവർ അടങ്ങത്തുള്ളെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. കുടുംബം കലക്കാൻ വന്നത് ഏത് കുടുംബം കലക്കി? എന്ത് കുടുംബമാണ് ഞാൻ കലക്കിയത്? ആരുടെ കുടുംബമാണ് ഞാൻ കലക്കിയത്? ചാട്ടവാറ് കൊണ്ട് അടിക്കേണ്ടത് എന്നെയല്ല. ആ പറഞ്ഞ വ്യക്തിയുടെ ആ വാക്കുകൾ തീർച്ചയായിട്ടും ഏറ്റവും മോശമായ വാക്കാണ്. ഒരു മതസമൂഹത്തോട് മതസ്പർദ്ധ ഉളവാക്കുന്ന വാക്കാണ് അയാൾ പ്രചരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അയാൾ ആ വാക്ക് പിൻവലിക്കുന്നില്ല എങ്കിൽ അയാള് ഈ പറഞ്ഞത് എന്താണെന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കും, വിലയിരുത്തും.
വളരെ മോശമായ രീതിയിൽ, ഹീനമായ രീതിയിൽ, അപമാനിക്കുന്ന രീതിയിലാണ് അയാള് പിന്നെ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അയാൾ ശരിയാണ്, അയാൾ വലിയ നല്ലവനാണ്, സമൂഹത്തിൽ കൊള്ളാവുന്നവനാണ്, വലിയ സെലിബ്രിറ്റിയാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷെ എന്നെ വെറുതെ വിടൂ, എന്റെ വായി കമ്പിട്ട് കുത്താൻ വരണ്ട. അത്രേ എനിക്ക് അയാളെ പറ്റി പറയാനുള്ളൂ. അയാൾ അയാളുടെ കാര്യം നോക്കട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കിയാണ് മുന്നോട്ട് പോകുന്നത്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഇനിയും എന്നോട് ചോദിച്ചാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞിരിക്കും. എനിക്ക് ആരെയും പേടിയില്ല. ഞാൻ പറയേണ്ട കാര്യം, എന്റെ കൺമുമ്പിൽ കണ്ട കാര്യവും ഞാൻ അറിഞ്ഞ കാര്യവും എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളും എനിക്ക് പറയേണ്ടി വന്നാൽ ഞാൻ പറയാം. എനിക്കൊരു ഭയവുമില്ല, ഞാൻ ആരെയും പേടിക്കത്തില്ല. ബിഷപ്പാന്ന് പറഞ്ഞ് വായെടുത്ത് സംസാരിക്കരുത്, എന്നെ വായടപ്പിക്കാൻ നോക്കുകയാണോ? നെവർ. പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞിരിക്കും. എന്തായാലും ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അച്ഛൻ കട്ടക്കലിപ്പിലാണ് കേട്ടോ. പിന്നെ അച്ഛന് ഇതുപോലത്തെ ഒരു പുരോഹിതനെ വന്നിട്ട് ചാട്ടവാറിന് അടിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ദേഷ്യം വരത്തില്ലേ? പിന്നെ അദ്ദേഹം പ്രതികരിക്കാതിരിക്കുമോ? കാര്യം ശരിയാണ്, ബിഷപ്പ് വന്നിട്ട് കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളോട് നമുക്കും താല്പര്യമില്ല. കാരണം കിച്ചുവിനെ കുറിച്ച് എന്തെങ്കിലും കാര്യം അദ്ദേഹത്തിന് പറയാനെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫോൺ വിളിച്ചിട്ട് കിച്ചുവിനോട് നേരിട്ട് പറയായിരുന്നു. പക്ഷെ അദ്ദേഹം വന്നിട്ട് പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരു ഇന്റർവ്യൂയിലൂടെ ആ ഒരു പയ്യനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് ചാട്ടവാറ് കൊണ്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. എന്തായാലും സായി കൃഷ്ണയ്ക്കൊക്കെ ഒരു വിചാരമുണ്ട്, അവരൊക്കെ വലിയ യൂട്യൂബർമാരാണ്. ബാക്കിയുള്ള യൂട്യൂബർമാരൊക്കെ വെറും ഡൂക്കിലുകൾ എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. എന്തായാലും അതങ്ങട് കുറച്ച് അഹങ്കാരം അങ്ങ് തീർന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ബിഷപ്പാണെങ്കിൽ ആകെ ഹാലിളകിയിരിക്കുകയാണ്. ഇന്റർവ്യൂയിലൂടെ കുറച്ച് കാര്യങ്ങൾ കിച്ചുവിനെ കൊണ്ട് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ആൾക്കാർ നിലത്ത് വെച്ചിട്ടില്ല. കാരണം എയറിൽ കിടന്നങ്ങ് തട്ടി കളിക്കുവാണ്. അതുപോലത്തെ ഒരു സാഹചര്യത്തിൽ ഇതുപോലെയൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് വന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും മറുപടി കിടിലാണ് കേട്ടോ. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഏതൊക്കെയോ യൂട്യൂബേഴ്സിനെതിരെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അറിയില്ല ഇനി ഏതൊക്കെ യൂട്യൂബർമാർക്കെതിരെയാണ് അദ്ദേഹം പരാതി കൊടുത്തിരിക്കണതെന്ന് അറിയത്തില്ല, കണ്ട് തന്നെ അറിയണം. എന്തായാലും ഇപ്പോഴും നമ്മൾ പറയുന്നു, അദ്ദേഹം വന്നിട്ട് കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളോട് നമുക്കും താല്പര്യമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവനെ നേരിട്ട് വിളിച്ചിട്ട് പറയാറുണ്ട്, അല്ലാതെ ഇതുപോലെ പബ്ലിക്കായിട്ട് വന്നിട്ടല്ല ആ ഒരു പയ്യനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടത്. അപ്പൊ എന്തായാലും സായികൃഷ്ണൻ പറഞ്ഞ കുറച്ച് കൂടിപ്പോയി. സായികൃഷ്ണയ്ക്ക് ഈ മറുപടി അത് അർഹിച്ചത് തന്നെയാണ്. എന്തായാലും കൊള്ളാം അല്ലെ? അച്ഛൻ ആ കലി പിടിച്ചിട്ടുള്ള ആ ഒരു സൗണ്ട് ഒക്കെ കേട്ടില്ലേ? എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു? സായി പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതായത് ചാട്ടവാറ് കൊണ്ട് അടിക്കണം എന്ന് പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.